അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് പുതുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ വീഡിയോ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം വിശദീകരിക്കും. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഇൻപുട്ട്, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കുറിച്ച് സംസാരിക്കാം. ഇവയാണ് കമ്പ്യൂട്ടറുമായി ഇടപഴകാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കുന്നു. ടൈപ്പ് ചെയ്യാൻ കീബോർഡ്, ക്ലിക്ക് ചെയ്യാൻ മൗസ്, അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ ഡിജിറ്റൽ ആക്കാൻ സ്കാനർ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഫലങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ മോണിറ്റർ വിഷ്വൽ കാണിക്കുന്നു, സ്പീക്കറുകൾ ശബ്ദം പ്ലേ ചെയ്യുന്നു, പ്രിന്റർ നിങ്ങളുടെ ഫയലുകളുടെ ഫിസിക്കൽ കോപ്പികൾ നൽകുന്നു. ടച്ച് സ്ക്രീനുകൾ പോലെയുള്ള ചില ഉപകരണങ്ങൾ ഇൻപുട്ട്, ഔട്ട്പുട്ട് രണ്ടും ചെയ്യും. അടുത്തതായി നമുക്ക് മെമ്മറി കുറിച്ച് സംസാരിക്കാം. ഇവിടെ രണ്ട് പ്രധാന തരങ്ങളുണ്ട്. റാം, റാൻഡം ആക്സസ് മെമ്മറി. ഇത് ആക്റ്റീവ് പ്രോഗ്രാമുകൾക്കായുള്ള താൽക്കാലിക മെമ്മറിയാണ്. ഇത് വേഗതയുള്ളതാണ്, പക്ഷേ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ എല്ലാം മറക്കും. റാം, റീഡ് ഓൺലി മെമ്മറി. ഇത് സ്ഥിരമായ മെമ്മറിയാണ്, കമ്പ്യൂട്ടർ ആരംഭിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സംഭരിക്കുന്നു. പവർ ഓഫ് ആയാലും ഇത് ഡാറ്റ മറക്കില്ല. കൂടാതെ കാഷ് മെമ്മറി ഉണ്ട്, അത് വളരെ വേഗത്തിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് നോക്കാം. ഇത് കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഫയലുകൾ ദീർഘകാലം സൂക്ഷിക്കുന്നു. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സ്പിന്നിംഗ് ഡിസ്കുകളുള്ള പരമ്പരാഗത സ്റ്റോറേജ്. ഇത് വേഗത കുറഞ്ഞതാണ്, പക്ഷേ ധാരാളം സ്ഥലം നൽകുന്നു. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇതിന് മൂവിംഗ് പാർട്ടുകൾ ഇല്ല. ഇത് വേഗതയുള്ളതും ശബ്ദമില്ലാത്തതും ഊർജ്ജ സംരക്ഷണമുള്ളതുമാണ്. മറ്റ് ഓപ്ഷനുകളിൽ ഫ്ലാഷ് ഡ്രൈവുകൾ, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകൾ എന്നിവ ഉൾപ്പെടുന്നു. പെരിഫറൽ ഉപകരണങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ കൂടുതൽ ഉപയോഗപ്രദമാക്കുന്ന അധിക ഉപകരണങ്ങളാണ്. പ്രിന്ററുകൾ ഡിജിറ്റൽ ഫയലുകൾ ഫിസിക്കൽ കോപ്പികളാക്കി മാറ്റുന്നു. സ്കാനറുകൾ വിപരീതമാണ്, അവ ഫിസിക്കൽ ഡോക്യുമെന്റുകൾ ഡിജിറ്റൽ ഫയലുകളാക്കി മാറ്റുന്നു. ഓൾ ഇൻ വൺ പ്രിന്ററുകൾ പോലെയുള്ളവ പ്രിന്റ്, സ്കാൻ, കോപ്പി എന്നിവ ചെയ്യും. മൊബൈൽ ഉപകരണങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കോമ്പാക്റ്റ്, പോർട്ടബിൾ ഗാഡ്ജറ്റുകളാണ്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, പഡേഴ്സ് എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. അവയ്ക്ക് ഡിസ്ക് ഡ്രൈവുകൾ ഇല്ല, പക്ഷേ ബിൽറ്റ് ഇൻ മെമ്മറി അല്ലെങ്കിൽ മെമ്മറി കാർഡുകൾ ഉപയോഗിക്കുന്നു. ടച്ച് സ്ക്രീനുകൾ, ക്യാമറകൾ, ആപ്പുകൾ എന്നിവ ഉപയോഗിച്ച് അവ നമ്മെ ബന്ധിപ്പിക്കുകയും എന്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഗെയിമിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ എന്നിവയ്ക്ക് നിങ്ങൾക്ക് ഒരു ശക്തമായ GPU, ധാരാളം റാം, ഒരു വേഗതയുള്ള പ്രോസസർ ആവശ്യമാണ്. ബേസിക് ടാസ്കുകൾ, ബ്രൗസിംഗ്, ഇമെയിലുകൾ എന്നിവയ്ക്ക് ഒരു ലളിതമായ സെറ്റപ്പ് മതിയാകും. ഫ്യൂച്ചർ പ്രൂഫിംഗ് പരിഗണിക്കുക. അപ്ഗ്രേഡുകൾക്കായി അധിക റാം സ്ലോട്ടുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ബജറ്റ് മറക്കരുത്. ചിലപ്പോൾ സിസ്റ്റയിൽ കുറച്ച് കൂടുതൽ ചെലവഴിക്കുന്നത് വലിയ വ്യത്യാസം ഉണ്ടാക്കും. നമുക്ക് ഒരു ക്വിക്ക് ക്വിസ് ഉണ്ട്. 1. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കീബോർഡ്. 2. ഏത് മെമ്മറിയാണ് താൽക്കാലികമായതും കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നതും? റാം. 3. ഏതാണ് വേഗതയുള്ളതും ഊർജ്ജ സംരക്ഷണമുള്ളതും? ആഡ് അല്ലെങ്കിൽ സിസ്റ്റം. നിങ്ങൾക്ക് എത്ര ശരിയാക്കി? കമന്റുകളിൽ എന്നോട് പറയുക. അത്രയുള്ളൂ. യൂണിറ്റ് 2, ഹാർഡ്വെയർ കമ്പോണന്റ്സ്. ഈ വീഡിയോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക, അടുത്ത വീഡിയോ നഷ്ടപ്പെടാതിരിക്കാൻ. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.